ഓണം കഴിഞ്ഞുള്ള ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ റെഡിയായുള്ള കിടപ്പ് വേറെ എങ്ങോട്ടും പോകാനല്ല കേട്ടോ, ക്യൂൻസ്ഡേയിലേക്ക് പോകാനാണ്. നിച്ചൂട്ടനാകെ ഒരു വട്ടം എന്തോ പോയിട്ടുള്ളൂ കേട്ടോ ക്യൂൻസ്ഡേയിലേക്ക്. ഒരു ദിവസം പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അങ്ങ് വിചാരിച്ചു എന്നാൽ ഓണം കഴിഞ്ഞുള്ള ദിവസം വരുമ്പോൾ പോവാം. അങ്ങനെ നമ്മൾ ആ ഞായറാഴ്ചയാണ് പോണത്. ഊബറിനാണ് കേട്ടോ പോണത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെയുള്ള ചെറിയ കളിപ്പാട്ടമൊക്കെ കണ്ടപ്പോഴേക്കും നിച്ചൂട്ടൻ്റെ സ്വഭാവത്തിന് ചെറിയ മാറ്റമൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് തിരിച്ചിങ്ങാട് നടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടും. പിന്നെ ആ കളിപ്പാട്ടക്കട കഴിഞ്ഞ് കുറച്ച് നീങ്ങിയപ്പോഴാണ് ഐസ്ക്രീം കട കണ്ടത്. പിന്നെ മോൻ വാശി കാട്ടി അത് വാങ്ങിയേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് വാങ്ങി കൈ പിടിച്ച് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെയാണ് കുട്ടിക്ക് സമാധാനമായത്. ആ ഐസ്ക്രീം തീരണ വരെ മാത്രം അവൻ നടന്ന്, പിന്നെ അവൻ എടുക്കണം. ഇപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഭയങ്കര മടിയാണ് നടക്കാനായിട്ട്. നമ്മൾ എടുത്തുകൊണ്ട് തന്നെ എവിടെയാണെങ്കിലും നടക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം തിരിച്ച് അവിടെ നിങ്ങാട് നടന്നു തുടങ്ങി. അപ്പോഴേക്കാണ് മോമോസിൻ്റെ ഒരു കട കണ്ടത്. പിന്നെ നമ്മൾ ആ ഷോപ്പിൽ കയറിയിട്ട് 5 മോമോസ് ഓർഡർ ചെയ്തു. ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തു. ഒരു പ്ലേറ്റിൽ 5 ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിച്ചൂട്ടൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കണത്. ചൂടായതുകൊണ്ട് തന്നെ അവന് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തത്. പക്ഷേ അവൻ മോമോസിന് പകരം അതിൻ്റെ ഒപ്പം കിട്ടുന്ന ആ ചട്നിയാണ് കേട്ടോ കഴിക്കണം. സത്യത്തിൽ എരിവ് ഇഷ്ടമല്ലാത്ത ചെക്കനാണ്. പക്ഷെ എങ്ങനെയോ അവനിരുന്ന് ആ ചട്നി ഫുള്ളും കഴിച്ച് തീർത്തു. പിന്നെ അവസാനം ഡ്രസ് സ്റ്റൈലൊക്കെ മാറി തുടങ്ങിയായിരുന്നു. ഇഞ്ചി ഇതൊക്കെ വെച്ചിട്ടായിരുന്നു പിന്നെ നടപ്പ്. പിന്നെ ഞാനൊരു ബസ് വാങ്ങിക്കൊടുത്തായിരുന്നു. പാവമല്ലേ കുട്ടി, കുറേ ചോദിക്കണം. എൻ്റെ അത് പച്ച ബസ് നമ്മൾ വാങ്ങി തന്നോട്ടോ വാങ്ങിയത്. പക്ഷേ പച്ച ബസ് ഉണ്ടായിട്ടാണ് പച്ച ബസ് വേണ്ട നീല ബസ് മതി എന്ന് പറഞ്ഞാൽ പിന്നെ നീല ബസ് വാങ്ങി. പിന്നെ അവിടെ എക്സസൈസ് ചെയ്യണം ആ സംഭവത്തിൻ്റെ അവിടെ ചെന്നത്. അപ്പോൾ കുട്ടി വിചാരിച്ചത് പാർക്കാണെന്നാണ്. എല്ലാത്തിലും കയറിയിരുന്ന് കളിക്കാനായത്. പിന്നെ ഒരു ചേട്ടൻ അവിടെ നിന്ന് എക്സസൈസ് ചെയ്യണുണ്ടായിരുന്നു കേട്ടോ. ആ സംഭവത്തിൽ പുള്ളി ഇറങ്ങിപ്പോയപ്പോഴേക്കും ഇവൻ കയറി ഇരുന്നിട്ട് ആ ചേട്ടൻ എന്താണോ ചെയ്തത് അതേപോലെ ഇരുന്ന് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഇതെല്ലാം ശ്രദ്ധിച്ച് ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റെ ആക്ഷൻ കണ്ടിട്ട് ആ ചേട്ടൻ നല്ല ചിരിയായിരുന്നു കേട്ടോ. അവസാനം പോയപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് പോയത്. ഇവൻ പിന്നെ എവിടെ ചെന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവനെ ശ്രദ്ധിക്കാനായിട്ട്. കാരണം ഇവൻ ഇങ്ങനെ സ്മാർട്ടായിട്ട് നടക്കണോണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കും, എല്ലാവരോടും സംസാരിക്കും. നമ്മുടെ ഇവിടെ ആണെങ്കിലും അങ്ങനെ കേട്ടോ, എല്ലാവർക്കും നിച്ചൂട്ടനെ അറിയാം. അങ്ങനെ ഊബർ വിളിച്ചതിനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണേനെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.